കോട്ടയം പാലായിൽ UDF പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം. ജോസ് കെ മാണിയുടെ വീടിന് മുന്നിൽ പ്രകടനം നടത്തിയ UDF പ്രവർത്തകർ മുറ്റത്ത് കിടന്ന കാറുകളുടെ ചില്ലുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. സനോജ് ചേരുകയാണ്. സനോജ്, അഹങ്കാരം തുടങ്ങിയിരിക്കുന്നു UDF-ന്. തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ വീട്ടിലേക്ക് പ്രകടനവുമായി എത്തിയ UDF പ്രവർത്തകരാണ് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ഒപ്പം തന്നെ മോൻസ് ജോസഫ് MLA-യുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയത് എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. സ്വാഭാവികമായും പരാജയപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയായിരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ജോസ് കെ മാണിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടേക്കാണ് പ്രകടനവുമായി UDF പ്രവർത്തകർ എത്തിയത്. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും ഒപ്പം തന്നെ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും അവർക്ക് നേരെ എറിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് LDF പ്രവർത്തകർ, ജോസ് കെ മാണിയുടെ മുറ്റത്തുണ്ടായിരുന്ന LDF പ്രവർത്തകരും തിരിച്ച് UDF-കാരെ ചോദ്യം ചെയ്തു. ഇത് സംഘർഷാവസ്ഥയിലേക്ക് കലാശിച്ചു. അങ്ങനെ പരസ്പരമുണ്ടായ കല്ലേറിൽ UDF പ്രവർത്തകരുടെ കാറിൻ്റെ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ വീടിന് നേരെയും കല്ലെറിഞ്ഞു എന്നുള്ളതാണ് ആരോപണം. ഇത്തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ MLA ആയിരുന്ന കടുത്തുരുത്തി MLA ആയിരുന്ന മോൻസ് ജോസഫിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെയും LDF-ൻ്റെയും പ്രധാനപ്പെട്ട ആരോപണം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതിൻ്റെ അഹങ്കാരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായ പോലീസിനെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സ്ഥലത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിനെ കൂടുതലായി വിന്യസിച്ചിട്ടുള്ളത്. ഷമി, സനോജ്, ഈ തോൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ അക്രമം നടത്തുകയും ചെയ്യുന്ന രീതിയൊന്നും സാധാരണഗതിയിൽ കേരളത്തിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപക്ഷെ കാണുമായിരിക്കും. ഇവിടെ അത്തരമൊരു ശൈലി കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് UDF-ൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. അതിനൊരു MLA തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ജയപരാജയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. ഒരാൾ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളത് സാധാരണ നിലയിൽ കേരളത്തിൽ കേട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മത്സരത്തെ നോക്കിക്കാണുകയാണ് എപ്പോഴും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കേരളത്തിലെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി സ്വാഭാവികമായും LDF-ൻ്റെ ഭാഗമായി മത്സരിച്ച ജോസ് കെ മാണി അവസാന റൗണ്ട് വരെയുള്ള ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു സങ്കടം LDF പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിനിടയിലേക്കാണ് ആഹ്ലാദ പ്രകടനവുമായി ജോസ് കെ മാണിയുടെ വീടിന് നേരെ പ്രകടനവുമായി UDF പ്രവർത്തകർ എത്തുന്നത്. അത് സ്വാഭാവികമായും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല, ഈ പ്രകടനവുമായി എത്തിയ UDF പ്രവർത്തകർ ജോസ് കെ മാണിയുടെ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും കമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏറ് നടത്തുകയും ഒക്കെ ചെയ്തു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ വീട്ടിലുണ്ടായിരുന്ന LDF പ്രവർത്തകർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ഇത് സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് UDF പ്രവർത്തകരുടെ വാഹനത്തിൻ്റെ ചില്ലുകൾ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് കല്ലേറുണ്ടാവുന്നു. പിന്നീട് കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, അദ്ദേഹം ആഹ്ലാദ പ്രകടനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുവാൻ വേണ്ടിയുള്ള ഇടപെടൽ ഒന്നും തന്നെ നടത്തിയില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇങ്ങനെ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോഴും മൈക്കിൽ പ്രസംഗിക്കുന്ന മോൻസ് ജോസഫിനെയാണ് കാണാൻ കഴിഞ്ഞത് എന്നും ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ വിജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇത്തരത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് എന്തും കാണിക്കാമെന്നുള്ള ഒരു പൊതുവികാരമാണ് UDF-ൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഷമി.